കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്നേ ദിവസം ടീസർ അനൗൺസ്മെന്റ് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് മലയാളത്തിന്റെ ഏറ്റവും വലിയ ചിത്രത്തിന്റെ വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബിഗ് ബജറ്റ് ചിത്രം എമ്പുരാൻ ടീസർ ഞായറാഴ്ച എത്തും. ജനുവരി 26 വൈകിട്ട് 7:07 ടീസർ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിലായും ടീസർ റിലീസ് ചെയ്യും. ടീസർ അനൗൺസ്മെന്റ് പോസ്റ്ററിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതിനോടകം തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. എബ്രഹാം ഖുറേഷിയുമായുള്ള മോഹൻലാലിന്റെ രണ്ടാം വരവിന് വേണ്ടി ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ 2019 പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് 2023 ഒക്ടോബറിലായിരുന്നു. 20ഓളം വിദേശ രാജ്യങ്ങളാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നു എന്നാണ് വിവരം. UK, US എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ്. ലൈക്ക എന്ന വലിയ പ്രൊഡക്ഷനെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ സിനിമ കൂടിയാണ് എമ്പുരാൻ എന്ന് പറയേണ്ടതുണ്ട്. ആശീർവാദ് സിനിമാസും ലൈക്കയും ചേർന്നൊരുക്കുന്ന ഈ ചിത്രം അത്ര വലിയതാണെന്ന് ചിത്രത്തിന്റെ ഓരോ പോസ്റ്ററിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വലിപ്പം എത്രയാണെന്ന് ഈ ടീസർ അനൗൺസ്മെന്റ് പോസ്റ്ററിൽ നിന്നും എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. ടീസർ അപ്ഡേറ്റ് പോസ്റ്റർ വരെ പക്ക ഇന്റർനാഷണൽ ലെവൽ എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. നമ്മൾ കാണുന്ന കാഴ്ചയും അത് തന്നെയാണ്. എമ്പുരാന്റെ ലോകം മലയാള സിനിമയ്ക്ക് നാളിന്ന് വരെ കാണാത്ത സ്റ്റാൻഡേർഡ് ലെവൽ സംഭവമാകും എന്നതും പ്രേക്ഷകർ എടുത്തു പറയുന്നു. അതിനൊപ്പം തന്നെ ഈ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത്. എമ്പുരാന്റെ ഗ്ലിംസ് അനൗൺസ്മെന്റ് പോസ്റ്ററിൽ കാണുന്നത് ഈജിപ്തിൽ ലക്സോറിലെ ഒബ്ലിക്സ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നതും. പലയിടങ്ങളിൽ ഇതുപോലത്തെ സ്തൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 4 വശങ്ങളും പിരമിഡ് ആകൃതിയിലോ പിരമിഡിയൻ മുകളിലോ ഉള്ള ഉയരമുള്ളതും മെലിഞ്ഞതും ഇടുങ്ങിയതുമായ ഒരു സ്മാരകമാണ് ഒബ്ലിക്സ് എന്നത്. 3500 വർഷങ്ങൾക്ക് മുൻപ് ഫറവോ തെത്മോസ് മൂന്നാമന്റെ 30 വർഷത്തെ ഭരണം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി പണി കഴിപ്പിച്ചതാണിത്. ലോകത്ത് പല സ്ഥലത്തും ഇത്തരം ഒബ്ലിക്സ് ഉണ്ടെങ്കിലും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ളതും ഏറ്റവും വലുതുമാണ് ലക്സറിൽ ഉള്ളത്. ഭൂമിയും സ്വർഗവും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്തൂപമായും നക്ഷത്രങ്ങളിൽ നിന്നും വന്ന ദൈവങ്ങളുമായി ആശയവിനിമയം നടത്താനുള്ള സാങ്കേതികവിദ്യയായും സൺ ഗോഡിന്റെ പ്രതിരൂപമായും ഒക്കെ ഇത് പറയപ്പെടുന്നു. എറ്റേണിറ്റി ആൻഡ് ഇമ്മോർട്ടാലിറ്റി ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന വാദവുമുണ്ട്. പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്ന വാഹനം 2021 മോഡൽ G-Wagon ആയതുകൊണ്ട് ആ കാലഘട്ടത്തിലായിരിക്കും കഥ നടക്കുന്നത്. അതിനർത്ഥം ഇറാഖ് വാർ അവസാനിച്ച സമയം. പക്ഷേ ആ വാതിൽ ശ്രദ്ധിച്ചാൽ അതൊരു കേരള മാതൃകയിലുള്ള വീടാണെന്ന് തോന്നും. ലൂസിഫറിൽ പോസ്റ്റ് വാർ കൺസ്ട്രക്ഷനെ പറ്റി പറയുന്നുണ്ടല്ലോ. എന്തായാലും ഈ പോസ്റ്ററിൽ ഇത്രയും ഡീറ്റെയിലിംഗ് ഉണ്ടെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ഇതിന് പുറകിൽ നടന്നിട്ടുണ്ടെന്ന് വ്യക്തവുമാണ്. പോസ്റ്റർ പോലും നമുക്ക് നൽകുന്നത് വലിയ വലിയ സന്ദേശങ്ങളാണ്. എന്താണ് എമ്പുരാൻ എന്നത് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് വലിയ ഡീറ്റെയിലിംഗ് ആണ് ഓരോ കാര്യങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതുപോലൊരു ഇന്റർനാഷണൽ സ്റ്റാഫ് നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് വലിയ രീതിയിലുള്ള ആകാംക്ഷയും കൂടുന്നു. ഇതൊക്കെ കൂടാതെ ഒരു കാര്യം കൂടി ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നു. PR വർക്കിന്റെ ഒരു സാധ്യതയാണ് ഇന്നേ ദിവസം ശ്രദ്ധിക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് 9 മണിയോടുകൂടി ടീസർ അനൗൺസ്മെന്റ് പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ മാധ്യമങ്ങൾ ആരും ഇത് വലിയ വാർത്തയാക്കിയില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ആകെ വാർത്ത വന്നത് മനോരമയിൽ മാത്രമാണ്, മനോരമ ഓൺലൈനിൽ. ബാക്കി ഒരു ഓൺലൈൻ മീഡിയകളും ഇത് വാർത്തയാക്കിയിട്ടില്ല എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. PR വർക്കിന്റെ ഒരു കാര്യമാണ് ഇതിലൂടെ എടുത്തു പറയുന്നത്. എമ്പുരാന് വേണ്ടി വലിയ PR വർക്കുകൾ ഇല്ല എന്ന് തന്നെ തോന്നുന്നു. പക്ഷേ മമ്മൂട്ടിയുടെ ഒക്കെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എത്രമാത്രം രീതിയിലുള്ള പോസ്റ്റുകളും ന്യൂസുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. സോഷ്യൽ മീഡിയയിൽ തന്നെ നോക്കിയാൽ മതി. ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ ഒരു താരങ്ങൾ പോലും എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഒരു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുകയോ റീപോസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആർക്കും ഒരു അനക്കവുമില്ല. പക്ഷേ മലയാളത്തിലെ ഒരു വമ്പൻ ചിത്രമാണ് വരുന്നത് എന്നതുകൂടി നിൽക്കുമ്പോൾ ആർക്കും ഒരു പോസ്റ്റും ചെയ്യേണ്ട എന്ന് കാണുമ്പോൾ മനസ്സിലാകാം താരങ്ങൾ വരെ പോസ്റ്റ് ചെയ്യുന്നത് PR വർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ താരങ്ങൾ അവർക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന അവരുടെ ഇഷ്ടത്തിന് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നത് ഒന്നുമല്ല. PR വർക്ക് ആർക്കാണ് ഇതിലൂടെ ഏറ്റവും വലുതായി ഉള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും അത് വ്യക്തമായി മനസ്സിലാകും.